പുസ്തക പ്രകാശന വേദിയിൽ KLF-ൻ്റെയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഷൗക്കത്തും ഞാനും കൂടി ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. അതിന് മോഡറേറ്റായ വ്യക്തി പുസ്തകം വായിച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗം അദ്ദേഹത്തെ വളരെ സ്പർശിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. അതിങ്ങനെ എൻ്റെ ഒരു മുതിർന്ന സ്കൂളിൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, സ്റ്റേജനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്റ്റേജെന്ന് പോലും പറയാൻ പറ്റില്ല, അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പഠിച്ചു പോയതാണ്. മാർട്ടിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാലിന് ഇങ്ങനെ പോളിയോ കൊണ്ട് ഇങ്ങനെ തളർന്നു പോയൊരു വ്യക്തിയാണ്. കൂട്ടുകാരാണ് സൈക്കിളിലൊക്കെ കൊണ്ടുവരുന്നത്. ആ ചേട്ടൻ ആ സ്കൂളിൻ്റെ ഞങ്ങളുടെ സ്കൂളിലെ ലീഡറായിരുന്നു. അപ്പൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഒരു ഫൈൻ മോർണിംഗിൽ ഇദ്ദേഹം ഒരു ടാക്സിയൊക്കെ പിടിച്ച്, ഒരു അംബാസഡർ കാറൊക്കെ പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. പത്തനംതിട്ട സൈഡിൽ സ്വന്തമായിട്ട് തോട്ടമുണ്ടെന്ന്, അവിടെ വിളഞ്ഞ വിഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. സന്തോഷമായിട്ടിരുന്ന് സംസാരിക്കുന്നു. പോകാൻ നേരത്തൊരു കാശെടുത്ത് അപ്പൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, സാർ ഒരു പഴയ കടമുണ്ട്, പണ്ടൊക്കെ സ്കൂളിൽ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി പിരിച്ചൊരു കാര്യം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അയാൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇല്ല, അങ്ങനെ ഒരു കടമില്ല. എല്ലാവരുമൊക്കെ നോക്കിയിട്ട് ഇയാൾ പോവുകയാണ്. പിന്നീട് നമ്മൾ കേൾക്കുന്ന ഈ ചേട്ടൻ ആത്മഹത്യ ചെയ്തെന്നാൾ ഈ പറഞ്ഞ കഥ അയാൾ എല്ലായിടത്തും ആവർത്തിച്ചിട്ടുണ്ട്. പല ഇടങ്ങളിൽ ചെന്നിട്ട് തൻ്റെ തോട്ടത്തിൽ വിളഞ്ഞതാന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ കൈമാറിയ വിഭവങ്ങളൊക്കെ നാട്ടിലെ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോയതാണ്. അപ്പോൾ മനുഷ്യരെന്തിനാണ് ചിലപ്പോൾ ഇത്രയും ജനറസ് ആവുന്നൊക്കെ ഉള്ള തോന്നൽ പോലെ തന്നെ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, ഈ കടന്നു പോകുന്നവരുടെ SOS എന്നൊക്കെ പറയുന്നത് അവർ പുലർത്തുന്ന വിഷാദവും ഏകാന്തതയുമൊക്കെയാണ്. ചിലപ്പോൾ അവർ പുലർത്തുന്ന ഒരു ഉദാരത പോലും ചിലപ്പോൾ ഒരു SOS അടയാളമായിട്ട് കണക്കാക്കേണ്ടതായിരിക്കും. സേവർ ഷിപ്പോ സേവർ സോൾ എന്നൊക്കെ രീതിയിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും ആ വാക്കിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു വായനക്കാരൻ നിലയിൽ അദ്ദേഹം പുലർത്തിയൊരു സൗഹൃദമായിട്ട് മാത്രമേ ഞാനിതിപ്പോൾ കരുതിയുള്ളൂ. ഒരു നിമിഷം നിശബ്ദമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ SOS പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അത്തരമൊരു കാര്യം എനിക്ക് കാണാതെ പറ്റാതെ പോയി. അതെൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട വയോധികയായ അമ്മ ആത്മഹത്യ ചെയ്തിട്ട് ഏതാനും ദിവസങ്ങളെ ആവുന്നുള്ളൂ. കഥകളെക്കാൾ വിചിത്രമായ ജീവിതമാണ് ഓരോരുത്തർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. അപ്പോൾ ആ സംഭാഷണം വല്ലാതെ കനമുള്ള ഒന്നായിട്ട് മാറി. മെർലിൻ മൺറോ മരിച്ചു കിടക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഒരു റിസീവറുണ്ട്. പിറ്റേന്ന് വന്ന എല്ലാ പത്രങ്ങളിലും ആ ഒരു റിസീവർ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു രീതിയിലാണ് നമ്മളിവരെ ചിത്രം കാണുന്നത്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഈ സ്ത്രീ ആരെയായിരിക്കാം വിളിക്കാനായിട്ട് ആഗ്രഹിച്ചത്? അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ? അതോ കുറേ നേരം ഫോൺ അടിച്ചിട്ട് ആരും എടുക്കാതെ അവസാനിച്ചിട്ടുണ്ടാവുമോ? ചുറ്റിനും മനുഷ്യർ ഏതൊക്കെയോ രീതിയിൽ തങ്ങൾ മുങ്ങിപ്പോകുന്നതിൻ്റെ അടയാളങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ തിടുക്കത്തിലും തിരക്കിലുമൊക്കെ അത് കാണാതെ പോകുന്നു എന്നുള്ളത് ഒരു ദുരന്തം തന്നെയാണ്.